അസ്സലാമു അലൈക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മരണം സൃഷ്ടാവും തമ്മിലുള്ള എന്താണ് ബന്ധം എന്നുള്ളത്. മറ്റൊന്ന്, ഈ പ്രപഞ്ചത്തിലെ എന്തെല്ലാം ദൃഷ്ടാന്തങ്ങളുണ്ട്, എന്നിട്ടും അതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ സൃഷ്ടാവില്ല എന്ന് പറയുന്ന എത്ര പേരുണ്ട്. അപ്പം ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. തീർച്ചയായിട്ടും ഇത് മുഴുവനായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ നമ്മുടെ മരണത്തിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നതും നമ്മൾ സൃഷ്ടാവാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം നമുക്ക് സബ്ജക്റ്റിലേക്ക് പോവാം. അധ്യായം യൂനസ് 10 100, 101, 102, 103. യാതൊരാൾക്കും അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ വിശ്വസിക്കാൻ കഴിയുന്നതല്ല. ചിന്തിച്ച് മനസ്സിലാക്കാത്തവർക്ക് അള്ളാഹു നികൃഷ്ടത വരുത്തി വെക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ചിന്തിക്കാൻ കഴിവില്ലാത്തവർക്ക്, അത്തരം ആളുകൾ തീർച്ചയായിട്ടും അവർക്കൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. അവർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലായിരിക്കും പിന്നെ സൃഷ്ടാവ് അവരുടെ ഹൃദയത്തെ മാറ്റിമറിക്കുന്നത്. നബിയെ പറയുക, ആകാശങ്ങളിലും ഭൂമിയിലും എന്തൊക്കെയാണുള്ളത് നിങ്ങൾ നോക്കുവേൻ. വിശ്വസിക്കാത്ത ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളും താക്കീതും എന്ത് ഫലം ചെയ്യാനാണ്. അപ്പം ഇതേ അവസ്ഥ മുന്നേ പറഞ്ഞത്, എത്ര തെളിവുകൾ ഉണ്ടായിട്ടും എത്ര ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായിട്ടും ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് ഇതുകൊണ്ടൊന്നും ഒരു ഫലം ഇല്ല എന്നവിടെ പറയുന്നത്. ഇനി അപ്പോൾ അവരുടെ മുമ്പ് കഴിഞ്ഞു പോയവരുടെ അനുഭവങ്ങൾ പോലെയല്ലാതെ മറ്റു വല്ലതും അവർ കാത്തിരിക്കുകയാണോ? പറയുക, ഞാനും നിങ്ങളെപ്പോലെ കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിലാവുന്നു. ഇപ്പോൾ മുന്നുള്ള സമുദായത്തിലൊക്കെ അള്ളാൻ്റെ ദൃഷ്ടാന്തങ്ങൾ വരുമ്പോഴും ഒരുപാട് ആളുകൾ നിഷേധിച്ച് കളഞ്ഞിട്ടുണ്ട്, ആ സമുദായത്തെ തന്നെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ആ ഒരു രീതി തന്നെയാണ് നിങ്ങളും കാത്തിരിക്കുന്നത് എന്ന് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനും കാത്തിരിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ സൃഷ്ടാവ് പറയുന്നത്. ഇനി അതിൽ 103 പറയുന്നത്, പിന്നീട് നമ്മുടെ ദൂതന്മാരെയും വിശ്വസിച്ചവരെയും നാം രക്ഷപ്പെടുത്തുന്നു. അപ്രകാരം നമ്മുടെ മേലുള്ള ഒരു ബാധ്യത എന്ന നിലക്ക് നാം വിശ്വസികളെ രക്ഷപ്പെടുത്തുന്നു. അപ്പോൾ ഇവിടെ അള്ളാൻ്റെ ശിക്ഷകൾ വരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സൂചന ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. മുന്നേ ശിക്ഷ ഇറങ്ങുന്ന കാര്യം പറയുന്നുണ്ട്, എന്നാൽ പിന്നീട് രക്ഷപ്പെടുത്തുന്ന കാര്യവും പറയുന്നുണ്ട്. പറയുക, ജനങ്ങളെ, എൻ്റെ മതത്തെ സംബന്ധിച്ച് നിങ്ങൾ സംശയത്തിലാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നവരെ ഞാൻ ആരാധിക്കുകയില്ല. പക്ഷെ നിങ്ങളെ മരിപ്പിക്കുന്നവനായ അള്ളാഹുവെ ഞാൻ ആരാധിക്കുന്നു. ഇവിടെ പറയുന്നത് എന്താ? നിങ്ങളെ മരിപ്പിക്കുന്നവനായ അള്ളാഹുവിനെ ഞാൻ ആരാധിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി നമ്മുടെ മരണം, അതുമായി എന്താണ് ബന്ധം? സൃഷ്ടാവും നമ്മളെ മരണം തമ്മിലുള്ള ആ ബന്ധം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കാരണം നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നവരാണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും മരിക്കാം. അപ്പം ഈ ഒരു അറിവ് ഇല്ല എങ്കിൽ നമ്മളെ ജീവിതത്തിലെ നഷ്ടമാവരുത്. സത്യവിശ്വാസികളുടെ കൂട്ടത്തിലായിരിക്കാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ സത്യവിശ്വാസികൾ എന്ന് പറയുന്നത് യഥാർത്ഥ സൃഷ്ടാവിനെ വിശ്വസിക്കുന്നവരാണ്, അഥവാ തൻ്റെ ജീവൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന സൃഷ്ടാവിനെ ആശ്രയിക്കുന്നവർ. ഇനി മരിക്കുന്ന സമയത്ത് നമ്മളും സൃഷ്ടാവും തമ്മിലുള്ള ആ ബന്ധം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് 3 മതഗ്രന്ഥത്തിലൂടെ മനസ്സിലാക്കാം. ഈ വീഡിയോ ഫുള്ള് കണ്ടു കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അധ്യായം 56 സൂറ അൽ വാഖിയ 83, 84, 85. എന്നാൽ ജീവൻ തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പിടിച്ചു നിർത്താൻ കഴിയാത്തത്? അന്നേരം നോക്കിക്കൊണ്ടിരിക്കുമല്ലോ, നാം ആണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെക്കാളും അടുത്തവൻ, പക്ഷെ നിങ്ങൾ കണ്ടറിയുന്നില്ല. ഒരു മരണ വീട്ടിൽ പോവുകയാണെങ്കിലും ചുറ്റിലും രോഗിൻ്റെ ചുറ്റിൽ, ഞാൻ മരിക്കുന്ന വ്യക്തിയുടെ ചുറ്റിലും ഡോക്ടർമാരാവട്ടെ, ഫാമിലി ആവട്ടെ, ആരെയും ആവട്ടെ, എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ടാവും. പക്ഷെ ആ ഒരു മരണത്തെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ ആത്മാവിനെ പിടിച്ചു നിർത്താൻ ഒരു ശക്തിക്കും കഴിയുന്നില്ല. അത് കഴിഞ്ഞ് ടൈം ആയിക്കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്യും. അപ്പം ഈ ഒരു കാര്യം ഇവിടെ അള്ളാഹു പറയുന്നത്. അന്നേരം നിങ്ങളൊക്കെ നോക്കിയിരിക്കുകയാണല്ലോ, ഞാനാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബന്ധപ്പെട്ടവനെന്ന്. ഇനി അധ്യായം 75 സൂറ അൽ ഖിയാമയിൽ 26, 29 പറയുന്നുണ്ട്, ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തുകയും മന്ത്രിക്കുന്നവൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കപ്പെടുകയും തൻ്റെ വേർപാട് തന്നെയാണെന്ന് അവൻ മനസ്സിലാക്കുകയും കണങ്കാലോട് കൂടി പിണക്കുകയും ചെയ്യുമ്പോൾ അന്ന് തൻ്റെ നാഥനിലേക്കാണ് അവനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ എന്താ മരിക്കുന്ന സമയം മനസ്സിൽ നിങ്ങൾ ആരെയാണ് ചിന്തിക്കുന്നത്? ആരെയാണ് പ്രകാരം നിങ്ങൾ ആരെയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഒരു കാര്യം സൃഷ്ടാവ് നമ്മോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു നേരം എന്തായിരിക്കും നമ്മൾ മറുപടി? അപ്പോൾ ആ ഒരു സമയം നമുക്ക് മനസ്സിലാവും, നമ്മളെ നാഥനിലേക്ക് തന്നെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മളെ നാഥൻ തന്നെയാണ് ഇത്ര കാലം നമ്മൾ മനസ്സിലാക്കാതെ പോയത്. ഈ ഒരു സത്യമൊക്കെ നമ്മൾ അറിയുന്നത് നമ്മുടെ മരണസമയമാണ്.
ഇനി ഭഗവത്ഗീതയിൽ പറയുന്നത് അധ്യായം 8 അക്ഷര ബ്രഹ്മയോഗ വാക്യം 5, മരണസമയത്ത് എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് വിട്ടുപോകുന്നവൻ എന്നെ തന്നെ പ്രാപിക്കുമെന്നതിൽ സംശയമില്ല. അപ്പോൾ മരണസമയത്തും ആരെയാണ് നമ്മൾ ആലോചിക്കുന്നത്? സൃഷ്ടാവിനെ. ഇനി മരിച്ചു കഴിഞ്ഞാലും പോകുന്നത് എങ്ങോട്ടാ? സൃഷ്ടാവിലേക്ക്. ഭഗവത്ഗീത വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇനി അധ്യായം 15 പുരുഷോത്തമ യോഗ വാക്യം 10, ശരീരം വിട്ടുപോകുന്നതോ വിഷയങ്ങൾ അനുഭവിക്കുന്നതോ ആയ ഈ ജീവനെ അജ്ഞാനികൾ അറിയുന്നില്ല, ജ്ഞാനദൃഷ്ടിയുള്ളവർ മാത്രം ഇതിനെ അറിയും. അപ്പോൾ ശരീരത്തിലിരിക്കുന്നതോ ശരീരം വിട്ടുപോകുന്നതോ ആയ ഈ ആത്മാവിനെ അല്ലെങ്കിൽ സൃഷ്ടാവുമായി ബന്ധപ്പെട്ട ഈ കാര്യത്തെ ആരും അറിയുന്നില്ല. അത് ജ്ഞാനദൃഷ്ടിയുള്ളവർക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ എന്നിവിടെ പറയുന്നത്. ഇനി ബൈബിളിൽ പറയുന്നത് ഇയ്യോബിൽ 32:8, മനുഷ്യരിൽ ഒരു ആത്മാവുണ്ട്, സർവശക്തന്റെ ശ്വാസം തന്നെ അതാണ്. ഉൽപ്പത്തി 2:7 പറയുന്നത് ദൈവം നിലത്തെ പൊടി കൊണ്ട് സൃഷ്ടിച്ചു, അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. സഭാപ്രസംഗിയിൽ 12:7 പറയുന്നത് പൂഴി അത് വന്ന മണ്ണിലേക്കും ആത്മാവ് അതിൻ്റെ ദാതാവായ ദൈവത്തിലേക്കും മടങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ മനുഷ്യൻ എങ്ങനെ ഉണ്ടായത്? സൃഷ്ടാവിൻ്റെ ആത്മാവിലാണ് മനുഷ്യൻ്റെ കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ശരീരം മണ്ണിലേക്കും പോകുന്നു, ആത്മാവ് എവിടേക്കും പോകും? തിരിച്ച് ദൈവത്തിലേക്ക് തന്നെ പോകുന്നു. അപ്പോൾ ഈ 3 മതഗ്രന്ഥങ്ങളും പറയുന്നത് ഈ കാര്യം തന്നെയാണ്. ഇനി സജ്ജതയിൽ 32:11 പറയുന്നത് നബിയെ പറയുക, നിങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട മരണത്തിൻ്റെ മലക്ക് നിങ്ങളെ മരിപ്പിക്കുന്നതാണ്, പിന്നീട് നിങ്ങളുടെ രക്ഷിതാവിലേക്ക് മടക്കപ്പെടുന്നതാണ്. അപ്പോൾ സൃഷ്ടാവിൻ്റെ അംശം നമ്മളും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്, ഒരു കണക്ഷൻ എന്ന പോലെ. ഈ കണക്ഷനെ വേർതിരിക്കുന്നത് അല്ലെങ്കിൽ മുറിച്ച് കളയുന്നത് ആരാണ്? മരണത്തിൻ്റെ മലക്ക് അഥവാ അസ്രായേൽ എന്ന മലക്കാണ്. എന്നാലോ നമുക്ക് ജീവിക്കാൻ, ജീവൻ നിലനിർത്താൻ ആര് വേണം? സൃഷ്ടാവ് വേണം. ഈ സൃഷ്ടാവിനെ നമ്മൾ അറിയുന്നത് എപ്പോഴായിരിക്കും? നമ്മളെ മരണസമയത്താണെങ്കിൽ അത് എത്ര നഷ്ടമായിരിക്കും നമ്മളെ ജീവിതത്തിൽ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ?